നിയോഗത്താലി ഭാഗം 26. രാവിലെ കണ്ണ് വെളിച്ചു തുറക്കുമ്പോൾ തലയ്ക്ക് വല്ലാത്തൊരു പെരുപ്പം പോലെ തോന്നി സച്ചുവിന്. ഓഹ്! ഇരുകൈകളാൽ നെറ്റിയിൽ അമർത്തിപ്പിടിച്ചു. ഷോ, ഇതൊക്കെ അവന്മാരെങ്ങനെയാണാവോ വലിച്ചു കയറ്റുന്നത്? മതിയായി, ഇതോടെ മതിയായി. പിറുപിറുത്തുകൊണ്ട് തലകുടഞ്ഞവൾ കുളിച്ചാലേ തലവേദന മാറൂ എന്ന് തോന്നിയപ്പോൾ കയ്യിൽ കിട്ടിയതുമെടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. ദീർഘനേരത്തെ കുളിക്ക് ശേഷം പുറത്തേക്ക് വന്നവൾ അപ്പോഴാണ് മനുവിനെക്കുറിച്ച് ഓർത്തത്. എഴുന്നേറ്റപ്പോൾ മുതൽ ആൾ അടുത്തില്ലെന്ന് ഓർത്തപ്പോൾ വേഗം തന്നെ റൂമിന് പുറത്തേക്ക് നടന്നു. ഹാളിലെ ടേബിളിൽ ഫുഡൊക്കെ മൂടി വെച്ചിരിക്കുന്നു. അടപ്പുയർത്തി നോക്കുമ്പോൾ ദോശയും സാമ്പാറുമാണ്. ഹോട്ടൽ ഫുഡാണെന്ന് കണ്ടപ്പോഴേ അവൾക്ക് മനസ്സിലായി. മനു കിച്ചണിലായിരിക്കുമെന്ന സംശയത്തിൽ അവിടേക്ക് ചെന്നു. അവിടെയും ആളില്ല. എവിടെ പോയി? സംശയത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഫ്ലാറ്റ് മുഴുവൻ തേടി. കാണാതെ വന്നപ്പോൾ വേഗം ബെഡ്റൂമിലേക്ക് വന്ന് ഫോൺ കയ്യിലെടുത്തു. അപ്പോഴാണ് വാട്സപ്പിൽ മനുവിൻ്റെ മെസ്സേജ് വന്ന് കിടക്കുന്നത് കണ്ടത്. ഓഫീസിൽ പോകുവാണ്, കോളേജിലേക്ക് വരാൻ ലേറ്റ് ആകും, കുറച്ച് പെൻഡിങ് വർക്ക്സ് തീർക്കാനുണ്ട്, കോളേജിൽ പോകാൻ ബസ് കയറാൻ നിൽക്കേണ്ട, 8:45 ആകുമ്പോഴേക്ക് ഞാൻ ടാക്സി പറഞ്ഞു വിട്ടോളാം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറക്കരുത്. വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതുവരെ പിടഞ്ഞ ഹൃദയം ശരിയായ താളം കൈവരിച്ചത്. സമയം നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരുങ്ങാൻ തുടങ്ങി സച്ചു. ഒരുങ്ങി ഫ്ലാറ്റ് പൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് മനുവിൻ്റെ കോൾ വന്ന്. ഇറങ്ങിയോ നീ? ഫ്ലാറ്റ് പൂട്ടി ഇറങ്ങുവാ. താഴെ ടാക്സി വന്നിട്ടുണ്ട്, കോളേജിലെത്തിയാൽ മെസ്സേജ് ഇടണം. ഗൗരവത്തിലുള്ള മനുവിൻ്റെ സംസാരം കേൾക്കെ സച്ചുവിൻ്റെ പുരികം ചുളിഞ്ഞു. എന്തേലും പ്രശ്നമുണ്ടോ ഏട്ടാ? അല്പം ഭയത്തോടെയുള്ള സച്ചുവിൻ്റെ ശബ്ദം കേൾക്കെ മനു കണ്ണൊന്നിറുക്കെ പൂട്ടി തുറന്നു. അവളുടെ ശബ്ദത്തിൽ നിന്നും അവൾക്കുള്ളിലെ ഭയം മനുവിന് മനസ്സിലാകുന്നുണ്ടായിരുന്നു. 2 ദിവസമായി നടക്കുന്ന കാര്യങ്ങൾ അവളുടെ ഉള്ളാകെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. മനു ഒരു ദീർഘശ്വാസമെടുത്തു. വാക്കുകളിൽ കുസൃതി എടുത്തണിഞ്ഞു. എന്ത് പ്രശ്നം? അടിച്ചു പൂക്കുറ്റിയായിക്കിറങ്ങിയ ഭാര്യ കൃത്യമായി കോളേജിൽ തന്നെ എത്തിയോ എന്ന് ഭർത്താവ് അറിയണ്ടേ ഭാര്യയെ? മനുവിൻ്റെ മറുപടി കേൾക്കെ നിമിഷ നേരം കൊണ്ട് സച്ചുവിൻ്റെ ഭയം മാറി അവിടെ ജാള്യത നിറഞ്ഞു. ഓ, ഒരു തെറ്റൊക്കെ ഏത് പോലീസുകാരനും പറ്റും. ഒന്ന് പുച്ഛിച്ചുകൊണ്ട് മനുവിനോട് ബൈ പറഞ്ഞ് സച്ചു പുറത്തേക്ക് നടന്നു. അതുവരെ ചിരിച്ചുകൊണ്ട് സച്ചുവിനെ കളിയാക്കിയ മനുവിൻ്റെ ഭാവം മാറി അവിടെ ആശങ്ക നിറഞ്ഞു. അവൻ്റെ ഉള്ളിൽ രാവിലെ ഓഫീസിലെത്തിയപ്പോൾ കിരൺ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളിൽ ചുറ്റിക്കിടക്കുമായിരുന്നു. എത്രയും വേഗം ജോലി തീർത്ത് സച്ചുവിലേക്കെത്താൻ മനസ്സ് കിടന്ന് പിടച്ചു. കോളേജ് എൻട്രൻസിലേക്ക് കയറുമ്പോൾ സനൂപ് അവിടെ ഉണ്ടായിരുന്നു. സച്ചു വേഗം തിരിഞ്ഞ് പാർക്കിംഗ് ഏരിയയിലേക്ക് നോക്കി. ഭാഗ്യം, കുശുംബനും ഗ്യാങ്ങും എത്തിയിട്ടില്ല. മനസ്സിൽ പിറുപിറുത്തുകൊണ്ട് തിരിഞ്ഞ് സനൂപിനെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ചു. ഗുഡ് മോർണിംഗ് സൗപർണിക മിസ്. ഗുഡ് മോർണിംഗ് സർ. ഒരു സംഭാഷണത്തിൻ്റെ തുടക്കമെന്നോണം പറയുന്നവനെ നോക്കി തിരിച്ചു മറുപടി കൊടുത്തുകൊണ്ട് അവനെ കടന്നുപോയി സച്ചു. ഇങ്ങനെ പോവല്ലേ, അവിടെ നിൽക്കടോ, തന്നോട് സംസാരിക്കാനാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. അവളുടെ പുറകെ നടക്കുന്നവനെ കണ്ട് സച്ചു തിരിഞ്ഞു നോക്കി. എന്താ സർ, പറഞ്ഞോളൂ. കേൾക്കാൻ എന്നപ്പോൾ സനൂപിനെ നോക്കി സച്ചു. സ്റ്റാഫ് റൂമിൽ വെച്ച് പറയാൻ പറ്റില്ലടോ, താൻ ഒന്നും വിചാരിക്കരുത് കേട്ടോ. ഇവിടെയുള്ള മുറുമുറുപ്പ് കേട്ടപ്പോൾ തന്നോട് പറയണമെന്ന് തോന്നി. സാറിങ്ങനെ വളച്ചു ചുറ്റാതെ കാര്യം പറ. പറയാൻ അല്പം ബുദ്ധിമുട്ടോടെ നിൽക്കുന്ന സനൂപിനെ കാണെ സച്ചുവിൻ്റെ ക്ഷമ കെട്ടു. മിനിഞ്ഞാന്നും ഇന്നലെയും താൻ ലാസ്റ്റ് ഇയർ MBAയിലെ മനുവിൻ്റെ കൂടെ പോയത് ഇവിടെ സ്റ്റാഫ് റൂമിൽ വലിയ ചർച്ചയാണ്. നിങ്ങൾ തമ്മിൽ വേണ്ടാത്ത എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട്. സൗപർണിക ആ കുട്ടിയോട് ഇടപഴകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അവന്മാരത്ര നല്ലതൊന്നുമല്ല. വെറുതെ എന്തിനാ മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? കൂടാതെ ഹസ്ബൻഡും ഇപ്പോൾ നാട്ടിലില്ലല്ലോ. അദ്ദേഹം ഇതൊക്കെ അറിഞ്ഞാൽ പിന്നെ
സൗപർണയ്ക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? സനൂപിൻ്റെ വായിൽ നിന്ന് ഇത്രയും മോശമായ രീതിയിൽ കാര്യങ്ങൾ കേൾക്കുമ്പോൾ മനുവുമായി ബന്ധം വിളിച്ചു പറയാൻ നാവ് ധരിച്ചെങ്കിലും കഴിഞ്ഞ ദിവസം കിരൺ ആരും തൽക്കാലം ഈ ബന്ധം അറിയണ്ട എന്ന് പറഞ്ഞതോർത്തപ്പോൾ വേണ്ടെന്ന് വെച്ചു സച്ചു. സാറ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കൊരു കുഴപ്പമുണ്ട് സാർ. അവർക്ക് എല്ലാം മഞ്ഞയായിട്ടേ തോന്നും. അതിലെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആ വൃത്തികെട്ടന്മാരെ എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ എവിടെ പോയിരുന്നു ഈ പറയുന്ന സദാചാരവാദികളൊക്കെ? അന്ന് ഈ അഭിമന്യു മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ ഹസ്ബൻഡ്. ഇങ്ങനെയുള്ള യൂസ്ലെസ് ടോക്സിന് ആ പ്രാധാന്യം മാത്രമേ കൊടുക്കൂ. അതോർത്ത് സാറ് പേടിക്കണ്ട. വേറൊന്നും പറയാനില്ലാലോ? ഗൗരവത്തോടെ സനൂപിന് മറുപടി കൊടുത്ത് തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ സച്ചുവിൻ്റെ ഉള്ളം ശരിക്കും പുകഞ്ഞുകൊണ്ടിരുന്നു. മറ്റുള്ളവർ അവളെ മോശം കണ്ണിലാണോ കാണുന്നത് എന്ന തോന്നൽ അവളെ അനുനിമിഷം പിടിമുറുക്കിക്കൊണ്ടിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനുള്ള ഭയത്തിൽ അവൾ തല കുനിച്ചുകൊണ്ട് സ്റ്റാഫ് റൂമിലേക്ക് കയറി. തൻ്റെ സീറ്റിലിരിക്കുമ്പോഴും അവൾ തല ഉയർത്തിയില്ല. സൗപർണിക മിസ് ഇന്ന് നേരത്തെ എത്തിയോ? തൻ്റെ തൊട്ടടുത്ത സീറ്റിലിരുന്ന് ചോദിക്കുന്ന ലതാ മിസ്സിനെ അല്പം ഭയത്തോടെ കണ്ണുകൾ ഉയർത്തി നോക്കി സച്ചു. ഒരു മറുപടി എന്നപ്പോൾ ചെറുചിരിയോടെ തലയാട്ടി. അപ്പോഴേക്കും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ മറ്റു 2 സ്റ്റാഫുകളായ രാജീവും സാലിഹും സച്ചുവിൻ്റെ അടുത്ത് ചേർവലിച്ചിട്ടു. എല്ലാവരും തൻ്റെ ചുറ്റുമിരിക്കുന്നത് കണ്ടപ്പോൾ സച്ചുവിൻ്റെ മനസ്സിൽ നേരത്തെ സനൂപ് പറഞ്ഞ കാര്യങ്ങൾ തികട്ടിക്കൊണ്ടിരുന്നു. തന്നെയും അനുവേട്ടനെയും കുറിച്ച് മോശമായ രീതിയിൽ പറയുവാണെങ്കിൽ തങ്ങളുടെ ബന്ധം ഇവരോടൊക്കെ തുറന്നു പറയണമെന്നവൾ തീരുമാനിച്ചു. ഇന്നലെയാണ് മിസ്സേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അല്ലെങ്കിലും ആ നവീന് 2 എല്ല് കൂടുതലാ. സാലി സാറ് പറയുമ്പോൾ സച്ചു അടുത്തതെന്തെന്ന ഭയത്തോടെ അവരെ മൂവരെയും നോക്കി. അതെങ്ങനാ? ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരല്ലേ ഇവന്മാർക്കൊക്കെ വളം വെച്ച് കൊടുക്കുന്നത്. പിന്നെ എങ്ങനാ നന്നാവാനാ സാലി സാറേ? രാജീവിൻ്റെ സംസാരത്തിൽ സച്ചുവിൻ്റെ നെറ്റി ചൊളിഞ്ഞു. അത് ശരിയാ സാറേ. അവന്മാരെക്കുറിച്ച് ഞാൻ ഇവിടെ വന്ന് പറയുമ്പോൾ സനൂപ് സാർ അത് കേട്ട ഭാവം നടിക്കില്ല. സാറല്ലേ അവന്മാരുടെ ഇൻചാർജ്. അവന്മാരെ നന്നാക്കുന്നതിന് പകരം എല്ലാ പോക്രിത്തരത്തിനും കൂട്ടുനിൽക്കുന്നത് ഈ സനൂപ് സാർ തന്നെയാണ്. സനൂപ് സാർ ആദ്യമേ അവന്മാരെക്കുറിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ലതാ മിസ് പറയുമ്പോൾ സച്ചുവിൽ അതിശയവും അതോടൊപ്പം സനൂപിനെക്കുറിച്ച് സംശയവും വളർന്നു. എനിക്ക് അഭിമന്യുവിനെ അങ്ങ് ഇഷ്ടമായിട്ടോ. രാജീവ് സാറേ, എന്തടിയാ ചെറുക്കൻ ഇന്നലെ അടിച്ചത്? അവന്മാരെ പോലത്തെ തൻ്റെ ഇടമുള്ള പിള്ളേരാ കോളേജിന് വേണ്ടേ. അവന്മാർക്ക് സസ്പെൻഷൻ വാങ്ങിയതൊക്കെ നല്ല കാര്യം ചെയ്തതിനാ. പെൺപിള്ളേരെ ഉപദ്രവിച്ചന്മാർക്ക് 2 പൊട്ടിച്ചതിനാ അന്ന് ആ സനൂപ് സാറ് വളച്ചൊടിച്ച കാര്യം പ്രിൻസിയെ ധരിപ്പിച്ച് അഭിമന്യുവിനൊക്കെ സസ്പെൻഷൻ വാങ്ങിക്കൊടുത്തത്. മിസ് ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട കേട്ടോ. മിസ്സിൻ്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. ലതാ മിസ് പറഞ്ഞു നിർത്തുമ്പോൾ മനസ്സിൽ നേർത്ത തണുപ്പിനൊപ്പം കണ്ണുകൾ സംശയത്തോടെ വാതിൽ കടന്നു വരുന്ന സനൂപിലേക്ക് നീണ്ടു. അയാൾ കടന്നു വന്നതോടെ സച്ചുവിൻ്റെ അടുത്തിരുന്നവരൊക്കെ അവരവരുടെ സീറ്റിലേക്ക് പോയി. സനൂപ് നേരത്തെ പറഞ്ഞതിന് വിപരീതമായ പെരുമാറ്റമാണ് അവൾക്ക് സ്റ്റാഫ് റൂമിൽ നിന്നും മറ്റു സ്റ്റാഫുകളിൽ നിന്നുമൊക്കെ ലഭിച്ചത്. സമയം കഴിയും തോറും സച്ചുവിൻ്റെ കണ്ണുകളിൽ സനൂപിനോടുള്ള വെറുപ്പ് നിറഞ്ഞുകൊണ്ടിരുന്നു. സെക്കൻഡ് അവർ ക്ലാസ് കഴിഞ്ഞ് മനുവിൻ്റെ ക്ലാസ്സിൽ നിന്നിറങ്ങുമ്പോൾ സച്ചുവിൻ്റെ കണ്ണുകൾ ഒഴിഞ്ഞ ലാസ്റ്റ് ബെഞ്ചിലേക്ക് ഒന്നുകൂടെ നീണ്ടു. പ്രിയപ്പെട്ടവരുടെ അഭാവം സച്ചുവിന് ചെറിയ സങ്കടം തോന്നി. സച്ചുവിൻ്റെ അതേ ഭാവത്തിൽ ഒരാൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, മൈഥിലി. അവളെയും ഒന്ന് നോക്കിക്കൊണ്ട് സച്ചു മുൻപോട്ട് നടന്നു. കോറിഡോറിലൂടെ നടക്കുമ്പോഴും അവളുടെ കണ്ണുകൾ ആ 4 സംഘത്തിനായുള്ള തിരച്ചിലായിരുന്നു. എവിടെയും കാണാതെ വന്നപ്പോൾ ഒരു നിരാശയോടെ അവൾ സ്റ്റാഫ് റൂമിലേക്ക് കയറി. മിസ് എത്തിയോ? കുറേ നേരമായി മിസ്സിൻ്റെ ഫോണ് ബെല്ലടിക്കുന്നു. സീറ്റിലിരിക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന് പറയുന്ന ലതാ മിസ്സിനെ ഒന്ന് നോക്കി സച്ചു വേഗം ഫോൺ എടുത്ത് നോക്കി. മനുവിൻ്റെ 6 മിസ് കോൾ ബാക്ക് ചെയ്തുകൊണ്ട് ഫോൺ ചെവിയിലേക്ക് വെച്ച് പുറത്തേക്ക് നടന്നു സച്ചു. മനസ്സ് അതിവേഗം മിടിച്ചുകൊണ്ടിരുന്നു. നിനക്ക് ഈ അവർ ക്ലാസ് ഉണ്ടോ? ഹലോ പറയുന്നതിന് മുൻപേ മറുവശത്തു നിന്നും വന്ന ചോദ്യത്തിൽ അവൾക്കൊരു അപായ സൂചന തോന്നി. ഇല്ല. എന്തേ?
എന്നാൽ നീ പ്രിൻസിയോടൊരു 2 hour പെർമിഷൻ ചോദിച്ചിട്ട് കോളേജിന് പുറത്ത് വാ, ഞാൻ അവിടെ ഉണ്ട്. മനുവിൻ്റെ ഗൗരവത്തോടെയുള്ള ശബ്ദം സച്ചുവിൻ്റെ ഉള്ളിൽ ഭയത്തിൻ്റെ ആഴം കൂട്ടി. എന്തിനാ മനുവേട്ടാ? എവിടെ പോവാനാ? വിറയലോടെ സച്ചു ചോദിച്ചു. അവളുടെ ഇടറുന്ന വാക്കുകൾ കേട്ടപ്പോൾ മനുവിന് സച്ചുവിൻ്റെ ടെൻഷൻ മനസ്സിലായി. ഹേ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, കിരണിന് ചെറിയൊരു ആക്സിഡൻറ്റ്, കുഴപ്പമൊന്നുമില്ല. ഞാൻ അവനെ കാണാൻ പോകുക. നീ ഫ്രീ ആണെങ്കിൽ നിന്നെയും കൂട്ടാമെന്ന് കരുതി. സച്ചുവിനെ സമാധാനിപ്പിക്കുന്ന രീതിയിൽ മനു കാര്യങ്ങൾ അവതരിപ്പിച്ചെങ്കിലും കിരണിനെ ഓർത്തപ്പോൾ സച്ചുവിൻ്റെ സങ്കടവും വേദനയും കൂടുവാണ് ചെയ്തത്. ഞാനിപ്പോൾ വരാം. സച്ചു വേഗം പ്രിൻസിയുടെ റൂമിൽ പോയി പെർമിഷൻ വാങ്ങി കോളേജിന് പുറത്തേക്ക് നടന്നു. ബ്രേക്ക് ടൈം ആയതുകൊണ്ട് തന്നെ കോളേജിലെ മിക്ക സ്റ്റാഫും പുറത്തുണ്ട്. അവൾ ആരെയും നോക്കാതെ മുൻപോട്ട് നടന്നു. കോളേജ് കോമ്പൗണ്ട് കടന്ന് പുറത്തേക്ക് കടന്നപ്പോൾ റോഡിൽ കുറച്ചു ദൂരെയായി മനുവിൻ്റെ കാർ കണ്ടു സച്ചു. മറ്റൊന്നും ചിന്തിക്കാതെ, അവളെ തന്നെ നിരീക്ഷിക്കുന്ന മിഴികളെ ശ്രദ്ധിക്കാതെ സച്ചു മനുവിനരികിലേക്ക് ഓടി. സച്ചുവിനെയും കൂട്ടി മുൻപോട്ട് നീങ്ങുന്ന കാറിനു പുറകെ നിശ്ചിത അകലത്തിൽ അവരെ നിരീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വാഹനവും അവിടെ നീങ്ങിത്തുടങ്ങി. മനുവിനോട് സംസാരിക്കും വരെ സച്ചുവിൻ്റെ നെഞ്ചിൽ കിരണിനെ ഓർത്ത് ഭയമായിരുന്നു. കൂടപ്പിറപ്പിനെ പോലെയേ കണ്ടിട്ടുള്ളൂ, അല്ല, കൂടപ്പിറപ്പ് തന്നെ. എന്നും താങ്ങായി നിന്നവൻ ഒരു വാക്കിലൂടെ, ചിരിയിലൂടെ ഉള്ളിലുള്ള ഏതൊരു സങ്കടത്തെയും മായ്ച്ചു കളയുന്നവൻ. ഇന്നലെ പോലും തനിക്ക് നേരെ കൈയുയർത്തിയവന് മറുപടി കൊടുക്കാൻ പോയവൻ. ചെറിയ പരിക്കേയുള്ളൂ എന്ന് മനു പറഞ്ഞിട്ടും നെഞ്ചിലെ പിടപ്പങ്ങ് നിന്നിട്ടില്ല. ഇന്നലെ രാത്രി 3 പേരും എനിക്ക് വേണ്ടിയാണ് നവീനെ കാണാൻ പോയത്. ഇനി അവിടെ വെച്ച് വല്ലതും സംഭവിച്ചതാണോ? താൻ കാരണമാണോ അപകടമുണ്ടായത് എന്ന ചിന്ത അവളുടെ ഉള്ളുലച്ചുകൊണ്ടിരുന്നു. ചിന്തകൾ കൂടുന്തോറും അതിൻ്റെ പ്രതിഫലനം എന്നോണം കണ്ണുകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. തല ചരിച്ച് മനുവിനെ നോക്കി. എപ്പോഴും കുസൃതി തിങ്ങിയ മുഖം ഇന്ന് എങ്ങും ശ്രദ്ധിക്കാതെ ഗൗരവത്തോടെ ഡ്രൈവ് ചെയ്യുന്നത് കണ്ടപ്പോൾ സച്ചുവിൻ്റെ പേടി ഇരട്ടിച്ചു. നവീനാണോ ഈ അപകടത്തിന് പിന്നിൽ? ആൽഫിയും മിഥുനും അവർക്കെന്തേലും? ചോദിക്കുമ്പോൾ വാക്കുകൾ ഇടറിയിരുന്നു, കണ്ണുകൾ കരകവിഞ്ഞിരുന്നു. ഇടറിയ ശബ്ദം കേൾക്കെ മനു തലചരിച്ച് അവളെ നോക്കി. വിതുമ്പൽ കടിച്ചമർത്താൻ എന്ന വണ്ണം കീഴ്ചുണ്ട് കടിച്ചമർത്തുന്നവളെ കാണെ മനുവിലും സങ്കടം നിറഞ്ഞു. തൻ്റെ വായിൽ നിന്നും വീഴുന്ന വാക്കുകൾ അവളെ കൂടുതൽ വേദനിപ്പിക്കും എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ വേഗത്തിൽ തന്നെ മുഖഭാവം മാറ്റി കുറുമ്പു നിറച്ചു അവനിൽ. നീ കാരണമാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കാം. നീ ആ കുപ്പി കൊടുക്കാത്തത് കൊണ്ടല്ലേ പെണ്ണെ അവന്മാരെ ഏതോ കൂതറ സാധനം വലിച്ചു കയറ്റി റോഡിൽ ഉരുണ്ടു വീണത്. പാവം കിരൺ, നല്ല ബ്രാൻഡ് നോക്കി അടിച്ചവൻ്റെ ഗതി ഇങ്ങനായിപ്പോയല്ലോ. കുറുമ്പ് നിറഞ്ഞ ചിരിയോടെ മനു പറഞ്ഞു നിർത്തുമ്പോൾ അതുവരെയുള്ള സച്ചുവിൻ്റെ ഭാവം മാറി അവിടെ പിണക്കം നിറഞ്ഞു. മനുവിനെ ഒന്ന് ഉരുട്ടി നോക്കി കണ്ണുകൾ വെട്ടിക്കുമ്പോഴാണ് പുറകിലെ സീറ്റിൽ നിറഞ്ഞു കിടക്കുന്ന കവറുകൾ കണ്ടത്. ഇത് കുറേ ഉണ്ടല്ലോ. ഫ്രൂട്ട് പാക്കറ്റുകളുടെ എണ്ണം കാണി അതിശയത്തോടെ മനുവിനെ നോക്കി സച്ചു. അവനൊരാഴ്ച ഇരുന്ന് തിന്നട്ടെടി ഇത്. എന്തേലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അവന്? ആണോ എന്ന ഭാവത്തിൽ സച്ചു നോക്കി. ഇന്നാരും ഇല്ലാത്തത് കൊണ്ട് ക്ലാസ് എടുക്കാൻ ഒരു മൂഡും ഇല്ലായിരുന്നു. അത് പറയുമ്പോഴാ നമ്മുടെ മൈഥിലി ഇല്ലേ, അവളും ഡെസ്പായിരുന്നു. നിങ്ങൾ ആരെയും കാണാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. സച്ചു ഇടം കണ്ണിട്ട് മനുവിനെ പാളി നോക്കി. വീർത്തു വരുന്ന ആ മുഖം കാണെ അവളിൽ തണുപ്പ് നിറഞ്ഞു. ഇവൾ ഇപ്പോഴും ഇതൊന്നും വിട്ടില്ലേ ദൈവമേ. ആ കിരണൊന്ന് മൂളിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ. ഓയ്, എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ ഡെസ്പാണെങ്കിൽ ഞാൻ എന്ത് വേണം? അവൾക്ക് കിരണിനെയാണ് ഇഷ്ടം. അപ്പം ആരെ ഓർത്താ ഡെസ്പാകുന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? പല്ലു കടിച്ചുകൊണ്ട് സച്ചുവിനെ കണ്ണുരുട്ടി പറയുന്ന മനുവിനെ കണ്ട് സച്ചുവിന് ചിരി പൊട്ടി. എന്തിനാടീ ഇങ്ങനെ എളിക്കുന്നേ? ദേഷ്യത്തോടെ പറയുന്നവനെ നോക്കി ഒന്നുമില്ലെന്ന് ചുമല് കുലുക്കി ചുണ്ടിൽ വിരിഞ്ഞ ചിരിയോടെ പുറത്തേക്ക് നോക്കി സച്ചു. അറിയാം ആ മനസ്സിലിപ്പോൾ ഞാനേ ഉള്ളൂ എന്ന്. എന്നാലും ദേഷ്യം പിടിപ്പിക്കാൻ ഒരു രസം. പ്രണയം നിറഞ്ഞ മിഴികളാൽ മനുവിനെ ഒന്ന് തിരിഞ്ഞു നോക്കി.
അതേ നിമിഷം തന്നെ അവൻ്റെ മിഴികളും അവളിലേക്ക് നീണ്ടു. കുഞ്ഞു പുഞ്ചിരി ഇരു ചുണ്ടുകളിലും ഒരുമിച്ച് വിരിഞ്ഞു. കാറിൽ കയറുമ്പോൾ ഇരുവരിലും നിറഞ്ഞു നിന്ന വീർപ്പുമുട്ടൽ മാറി അവിടെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകൾ നിറഞ്ഞു നിന്നു. സിസ്റ്ററുടെ പേരെന്താ? മേഘ. കിരൺ മേഘ, മേഘ കിരൺ. രണ്ടാളും ഒരുമിച്ചാണല്ലേ സ്കൈയിൽ? അപ്പോൾ ഭൂമിയിലും ചേരും. ഒന്ന് ചേർത്ത് നോക്കിയാലോ? ട്രിപ്പ് കണക്ട് ചെയ്യാൻ വന്ന സിസ്റ്ററെ വളക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കിരൺ. നാടെവിടാ? കിരണിൻ്റെ പ്ലാൻ മനസ്സിലാക്കിയ ആൽഫി അവനേക്കാൾ മുൻപ് അടുത്ത സ്റ്റെപ്പ് വെച്ചു. കോട്ടയം. ഒരു ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഉച്ചയ്ക്കുള്ള മെഡിസിൻ ടേബിളിൽ നിന്ന് എടുത്തു നോക്കി മേഘ. കോട്ടയമാണോ? ഞാനും കോട്ടയത്താ. കൊച്ചച്ച എത്തിയാന്നോ? ആൽഫിയിലെ കോഴിയുടെ ചിറകുകൾ ഓരോന്നായി വിടർന്നു തുടങ്ങി. ഇതൊക്കെ കണ്ട് ബെഡിലിരിക്കുന്ന കിരണിന് വിറഞ്ഞു കയറി. ആദ്യം അരിമണിയിട്ട് അവനെ ആൽഫി കടത്തി വെട്ടുന്നത് തീരെ രസിക്കുന്നില്ല ആൾക്ക്. ദേ ഈ 2 ടാബ്ലറ്റ് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ശേഷം കൊടുക്കണം കേട്ടോ. ടാബ്ലറ്റ് എടുത്ത് ടേബിളിന് മുകളിൽ വെച്ചുകൊണ്ട് ആൽഫിയോട് പറഞ്ഞവൾ. എന്നും മേഘയ്ക്ക് ഈ ടൈമാണോ ഡ്യൂട്ടി? അവൾ പറഞ്ഞതുപോലും ശ്രദ്ധിക്കാതെ അടുത്ത ചോദ്യം ചോദിക്കുന്നവനെ കാണെ സംശയത്തോടെ മേഘയുടെ നെറ്റി ചുളിഞ്ഞു. അയ്യോ സിസ്റ്ററെ, ഇങ്ങ വാ, എനിക്ക് ഭയങ്കര വേദന, ഒന്ന് അവിടെ നിന്ന് നോക്ക് മേഘ. വേദന എടുക്കും പോലെ കരഞ്ഞുകൊണ്ട് വിളിക്കുന്ന കിരണിനെ ഒരു നിമിഷം നോക്കി മേഘ അവൻ്റെ ഇടതുപാദത്തിനടുത്ത് ചെന്ന് ബാൻഡേഡിൽ തൊട്ടു നോക്കി. കിരണിലൊരു ചിരി വിരിഞ്ഞു. ഒരു വിജയിയെ പോലെ അവൻ ആൽഫിയെ നോക്കി. അവൻ ബോൾ ഇപ്പോൾ കിരണിൻ്റെ കോട്ടിലായതിൻ്റെ നിസ്സഹായത നിറഞ്ഞു ആൽഫിയിൽ. കുറേ നാളിവിടെ കിടക്കേണ്ടി വരുമല്ലോ മേഘ അല്ലേ? വേദന കലർത്തി കൊണ്ട് ആൽഫിയെ പാളി നോക്കി മേഘയോട് ചോദിച്ചു കിരൺ. എന്തിന്? ഇതൊരു ചെറിയ മുറിവല്ലേ, ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യും. അല്ലെങ്കിൽ തന്നെ ഈ അഡ്മിറ്റ് ചെയ്യേണ്ട മുറിവൊന്നും ഇല്ലേത്. തൻ്റെ ഒടുക്കത്തെ പേടി കാരണം ഇവിടെ കിടത്തിയതല്ലേ? അല്പം പരിഹാസം കലർത്തി പറയുന്ന മേഘയെ കാണെ ആൽഫി ഉഷാറായി. അച്ചായൻ കോഴി വീണ്ടും അരിമണി കൊത്താനായി മുൻപോട്ട് നീങ്ങി. അത് ശരിയാ, ഈ ചെറിയ മുറിവിനെ എന്തോരം പരാക്രമമായി ഇന്നലെ ഇവൻ കാട്ടിയത്. മേഘക്കറിയോ, ഇന്നലെ ബ്ലഡ് കണ്ടിട്ട് ഇവൻ എന്തൊരു കരച്ചിലായിരുന്നെന്നോ. ഇവനെപ്പോലൊരു പേടിത്തൊണ്ടനെ ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല മേഘ. പൊട്ടിച്ചിരിയോടെ തലയാട്ടിക്കൊണ്ട് കിരണിനെ പരിഹസിച്ചു ആൽഫി. കിരണാണെങ്കിൽ അവനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ പല്ലുരുമ്മി നോക്കുവാണ്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ സുഹൃത്തിൻ്റെ കാലിലെ ബ്ലഡ് കണ്ടിട്ട് ബോധം പോയ ഒരു ഭൂലോക വേടിത്തൊണ്ടനെ. അതുവരെ കിരണിനെ നോക്കി ചിരിച്ചു കൊണ്ടിരുന്നവൻ്റെ വാ അടഞ്ഞുപോയി. എല്ലാം കണ്ടുകൊണ്ടിരുന്ന മിഥുനും ആൽഫിയുടെ കളിയാക്കലിൽ മുഖം വീർപ്പിച്ചിരുന്ന കിരണും പൊട്ടിച്ചിരിച്ചുപോയി. അപ്പോൾ എങ്ങനെ കോഴികൾ രണ്ടാളും കൂടിക്കയറുമല്ലേ? തൽക്കാലം രണ്ടാളും ക്ഷീണം മാറും വരെ റെസ്റ്റ് എടുക്കട്ടോ. അരിമണി നമുക്ക് വേറെ എവിടെയെങ്കിലും വിതറാം. കിരണിനെയും ആൽഫിനെയും നോക്കി അല്പം പരിഹാസച്ചിരിയോടെ പറഞ്ഞവൾ. അത് കലക്കി സിസ്റ്ററെ, ആളെ കണ്ടപ്പോൾ തന്നെ സിസ്റ്ററിന് പിടികിട്ടിയല്ലോ. അത് നന്നായി, ഇവർക്കിട്ട് കൊട്ടിയത് എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇനി ഇവിടെ വന്ന് ഇരിക്കാലോ മോനെ ആൽഫിക്കോഴി. മേഘയോട് പറഞ്ഞുകൊണ്ട് മിഥുൻ ആൽഫിയെ അടുത്തിരിക്കാനായി വിളിച്ചു. ഇനി ആ അരിമണിയിൽ കൊത്തിയാൽ കൊക്കു മുറിയുമെന്ന് മനസ്സിലാക്കിയ കിരണും ആൽഫിയും പിന്നെ ഒന്നും മിണ്ടാൻ പോയില്ല. യോഗമില്ല അമ്മിണിയേ. ഒരു നെടുവീർപ്പോടെ ആൽഫി മിഥുൻ്റെ അടുത്ത് ചെന്നിരുന്നു. ഒരു ചെറുചിരിയോടെ ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങുമ്പോൾ കുഞ്ഞു പിഞ്ചിരിയോടെ മേഘയുടെ കണ്ണുകൾ ആരും കാണാതെ ആൽഫിയെ തേടി. മേഘ പോയതിന് പുറകെ ഡോർ അടക്കാൻ മിഥുൻ മുൻപോട്ട് നടക്കുമ്പോഴാണ് മനുവും സച്ചുവും റൂമിലേക്ക് കടന്നു വന്നത്. സച്ചുവിനെ കണ്ടപ്പോൾ അല്പം ബഹുമാനത്തോടെ ആൽഫി എഴുന്നേറ്റ് നിന്നു. മതിയടാ മതി, ആൽഫിയോട് പറഞ്ഞുകൊണ്ട് തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന സച്ചുവിനെ നോക്കി കണ്ണ് ചിമ്മി കിരൺ. കണ്ണുകൾ നിറച്ച് തൻ്റെ ഡ്രസ് ചെയ്ത കാൽപാദത്തിൽ വിരലോടിക്കുന്നവളെ കാണെ അതുവരെ കളിച്ചിരിയോടെ നിന്നവൻ്റെ കണ്ണുകളും നിറഞ്ഞു. നീ ഇങ്ങനെ കരയാൻ മാത്രമേ എനിക്കൊന്നുമില്ലെൻ്റെ സച്ചു. ഒരു കുഞ്ഞു മുറിവ്, വെറുതെ ഈ കണ്ണീര് വേസ്റ്റ് ആക്കല്ലേ ടീച്ചറേ. അല്പം കളിയോടെ പറയുന്നവനെ കണ്ണുരുട്ടി നോക്കി സച്ചു. ചെറിയ മുറിവാണ്, ഇങ്ങനെ ഇവിടെ കിടത്തോ?
ദേഷ്യത്തോടെ അതിലേറെ പരിഭവത്തോടെ പറഞ്ഞവൾ. ഓ, അത് മിസ് ഇവന്മാർ ഒപ്പിച്ച് പണിയാ. മുറിവ് ഡ്രസ്സ് ചെയ്യാൻ വന്ന സമയത്ത് ഇവിടെ മുഴുവൻ സുന്ദരി സിസ്റ്റർമാർ. അത് കണ്ടപ്പോൾ തന്നെ ഒരുത്തന് അതുവരെ ഇല്ലാത്ത വേദന, വേറൊരുത്തന് ബോധം കെടൽ. അവസാനം ഡ്യൂട്ടി ഡോക്ടർ അഡ്മിറ്റ് ചെയ്ത് തന്ന്. മിഥുൻ ചിരിയോടെ സച്ചുവിനെ നോക്കി പറഞ്ഞു. ആണോടാ, അടിപൊളിയാണോടാ എല്ലാം? എന്നിട്ട് ഏതിനേലും വളച്ചോടാ നിങ്ങൾ? അതുവരെ ഒന്നും മിണ്ടാതെ കാഴ്ച കണ്ടു നിന്ന മനു ആവേശത്തോടെ കിരണിനടുത്തേക്ക് ചേറ് വലിച്ചിട്ടിരുന്നു. കിരണിൻ്റെ കണ്ണുകൾ തേടിയത് മനുവിന് പുറകിൽ അവൻ്റെ ബെഡിനോട് ചേർന്ന് നിൽക്കുന്ന സച്ചുവിൻ്റെ റിയാക്ഷനാണ്. ആൽഫിയുടെയും മിഥുനിൻ്റെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു. അതുവരെ കരഞ്ഞുകൊണ്ടിരുന്നവൾ ഭദ്രകാളിയെ പോലെ മനുവിനെ തുറിച്ചു നോക്കുന്നത് കാണെ കിരൺ പെട്ട പോലെ മനുവിനെ നോക്കി. സച്ചുവിൻ്റെ കൈകൾ തലോടിക്കൊണ്ടിരുന്ന കിരണിൻ്റെ കാലുകളിൽ മുറുകി. കിരൺ വേദന നിറഞ്ഞ മിഴികളാൽ മനുവിന് പുറകിൽ നിൽക്കുന്ന സച്ചുവിനെ കാണിച്ചു കൊടുത്തു. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അപ്പോഴാണ് കിരണിനോട് ചോദിച്ച കാര്യത്തെക്കുറിച്ച് ബോധം വന്നത്. കുടുങ്ങി എന്ന തിരിച്ചറിവിൽ നാവ് കടിച്ച് ഒരു കയ്യാൽ നെറ്റിക്കടിച്ചു പോയവൻ. സച്ചൂട്ടി, അത് ഞാൻ വെറുതെ ഒരു നായയുടെ വാല് 12 കൊല്ലം കുഴലിലിട്ടാലും വളഞ്ഞേ കിടക്കും. എൻ്റെ വിധി. വാക്കുകൾ കിട്ടാതെ തപ്പിപ്പെറുക്കുന്നവനെ നോക്കി കനത്തിൽ പറഞ്ഞവൾ. ഈ മെഡിസിൻ ഒന്ന് ഫാർമസിയിൽ നിന്ന് വാങ്ങണം. സച്ചുവിൽ നിന്നൊരു പൊട്ടിത്തെറി കാത്തിരിക്കുമ്പോഴാണ് മാലാഖിയെപ്പോലെ ഒരു പ്രിസ്ക്രിപ്ഷനുമായി മേഘ സിസ്റ്റർ വന്നത്. മനു തലയാട്ടിക്കൊണ്ട് അത് വാങ്ങി സച്ചുവിൽ നിന്ന് രക്ഷപ്പെടാനായി വേഗം പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങത്താ, അത് ഞാൻ വാങ്ങിക്കാം. അങ്ങനെ ഇപ്പോൾ ഫാർമസിയിൽ പോയി അവിടെ വായി നോക്കണ്ട. ഇങ്ങനെ ഒരു വായി നോക്കിനെയാണല്ലോ ദേവി നീ എൻ്റെ തലയിൽ കൊണ്ട് വെച്ചത്. മനുവിൻ്റെ കയ്യിൽ നിന്ന് ചീട്ട് പിടിച്ചു വാങ്ങി മുകളിലോട്ട് നോക്കി ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു സച്ചു. അവൾ തനിച്ചു പോകുന്നത് കണ്ടപ്പോൾ ഒരു കൂട്ടിനായി മിഥുനും പോയി. സച്ചു വെളിയിലിറങ്ങിയതോടെ അതുവരെ കളിച്ചിരിയോടെ ഇരുന്ന 3 പേരുടെയും ഭാവം പൊടുന്നനെ ഗൗരവത്തിലായി. നവീൻ? മനുവിൻ്റെ ചോദ്യത്തിൽ അല്ലെന്ന് തലയാട്ടി കിരൺ. പിന്നെ ആര്? എന്തിന്? മനു കിരണിനെയും ആൽഫിയെയും നോക്കി. ആരാണെന്ന് വ്യക്തമായി അറിയില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ശത്രു നമുക്കടുത്തുണ്ട്, തൊട്ടടുത്ത്. നമ്മളെ അറിയാവുന്ന ഒരാൾ, കോളേജിൻ്റെ മുക്കും മൂലയും അറിയാവുന്ന ഒരാൾ, നവീനിൻ്റെ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയുടെയും പിന്നിലെ കേന്ദ്രം. അയാളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം സച്ചുവാണ്. കിരണിൽ നിന്നുള്ള വാക്കുകൾ കേൾക്കെ അടക്കാനാവാത്ത ക്രോധത്തിൽ മനുവിൻ്റെ ചെന്നിയിലെ ഞരമ്പുകൾ പിടഞ്ഞുകൊണ്ടിരുന്നു. തുടരും. കഥ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. വീണ്ടും അടുത്ത ഭാഗവുമായിട്ട് നാളെ വരാം.